നമസ്കാരം. പ്രധാന വാർത്തകൾ. സത്യം ജനങ്ങളെ അറിയിക്കാനാണെങ്കിൽ ഒളിക്യാമറ വെക്കുന്നതിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി. സത്യം ജനങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഒളിക്യാമറ ഓപ്പറേഷൻ ഒരു തെറ്റായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി. ഇത്തരത്തിൽ ജനങ്ങളെ അറിയിക്കാനുള്ള ഒളിക്യാമറ റെക്കോർഡിംഗിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ സ്വീകരിച്ച നടപടി ഒഴിവാക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജയിലിൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനെ തുടർന്ന് ടെലിവിഷൻ ചാനലിനെതിരെ പോലീസ് 2013 കേസ് റദ്ദാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. എന്നാൽ വ്യക്തിഹത്യ പോലുള്ള തെറ്റായ ഉദ്ദേശത്തോടെയാണ് സ്ട്രിംഗ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിൽ നിയമപരിരക്ഷ ലഭിക്കില്ല. കേസിന്റെ വസ്തുത പരിശോധിച്ച് കോടതിയായിരിക്കും ഇക്കാര്യം തീരുമാനിക്കുകയെന്നും കോടതി വ്യക്തമാക്കി. നവജാത ശിശുവിനെ സ്കൂൾ വരാന്തയിൽ ഉപേക്ഷിച്ചു കടന്ന യുവതിയെ കണ്ടെത്തി പോലീസ്. ദേലമ്പാടി പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി. ദേലമ്പാടി സ്വദേശി തന്നെയായ 30-കാരിയാണ് പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അവിവാഹിതയായ യുവതി പ്രസവശേഷം നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ദേലമ്പാടി പഞ്ചിക്കൽ SVA UP സ്കൂളിന്റെ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെത്തിയ സമീപവാസികൾ പിന്നാലെ ആദൂർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അമ്മത്തൊട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ പുതിയ 2 ജഡ്ജിമാർ കൂടി. മണിപ്പൂരിൽ നിന്ന് ആദ്യമായ ഒരു ജഡ്ജി. സുപ്രീം കോടതിയിൽ പുതിയതായി 2 ജഡ്ജിമാർക്ക് കൂടി നിയമനം നൽകി കേന്ദ്ര സർക്കാർ. ജസ്റ്റിസ് N കോടീശ്വർ സിംഗ്, ജസ്റ്റിസ് മഹാദേവർ എന്നിവർക്കാണ് സുപ്രീം കോടതി ജഡ്ജിമാരായി കേന്ദ്രം നിയമനം നൽകിയത്. നിലവിൽ ജമ്മുകാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് N കോടീശ്വർ സിംഗ്. മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് R മഹാദേവൻ. ഇവർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം 34 ആകും. അതേസമയം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മണിപ്പൂരിൽ നിന്നും സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ ആളാണ് ജസ്റ്റിസ് സിംഗ്. ഗുവാഹത്തി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഇബോ തോംബി സിംഗിന്റെ മകനാണ്. ജോയിയുടെ കുടുംബത്തിന് ആശ്വാസവുമായി ഗവർണർ എത്തി. തിരുവനന്തപുരത്ത് മാലിന്യം നിറഞ്ഞ ആമേഴിഞ്ചാൻ കനാൽ വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മാരായമുട്ടത്തെ വീട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. ജോയിയുടെ അമ്മയെയും ദുഃഖിതരായ കുടുംബത്തെയും ഗവർണർ ആശ്വസിപ്പിച്ചു. ഔപചാരിക പരിവേഷങ്ങളില്ലാതെ നെഞ്ചോട് ചേർത്ത് നിർത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. ആലപ്പുഴയിൽ കൂറ്റൻ തിരമാലകൾ കടൽ തീരം കവരുന്നു. ജില്ലയുടെ തീരങ്ങളിൽ കടൽ കയറ്റം ശക്തം. കൂറ്റൻ തിരമാലകൾ കടൽ തീരം കവരുന്നു. കടൽ ഭിത്തിയും കടന്ന് ശക്തമായ തിരമാലകൾ അടിച്ചു കയറുന്നതിനാൽ കടലോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഭീതിയിലായി. പുന്നപ്ര 1-ാം വാർഡ് നർബോണ തീരത്ത് നിരവധി കാറ്റാടി മരങ്ങൾ കടപുഴകി. കടലാക്രമണം തടയാൻ വനം വകുപ്പ് വെച്ചുപിടിപ്പിച്ച കൂറ്റൻ മരങ്ങളാണ് ശക്തമായ കടലാക്രമണത്തിൽ നിലം പൊത്തിയത്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ ഇന്നലെ കടലിൽ പോയ എല്ലാ വള്ളങ്ങളും തോട്ടപ്പള്ളി ഹാർബറിൽ കയറ്റിയിട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ ലോക്കറ്റ് മുക്കാണെന്ന് പരാതി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം പൊളിഞ്ഞു. പരിശോധനയിൽ 22 ക്യാരറ്റ് സ്വർണമാണെന്ന് തെളിഞ്ഞു. ലോക്കറ്റ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ച ഒറ്റപ്പാലം സ്വദേശി KP മോഹൻദാസ് ദേവസ്വത്തോട് മാപ്പ് പറഞ്ഞു. അതേസമയം ദേവസ്വത്തെ അപകീർത്തിപ്പെടുത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ BK വിജയൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മെയ് 13 വാങ്ങിയ 2 ഗ്രാം സ്വർണ്ണ ലോക്കറ്റ് വ്യാജമാണെന്നാരോപിച്ച് മോഹൻദാസ് ദേവസ്വത്തിന് പരാതി നൽകിയിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ദേവസ്വം തീരുമാനിച്ചു. പരാതിക്കാരനെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും പരാതിക്കാരന്റെയും ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വർണ്ണ ലോക്കറ്റ് ദേവസ്വം അപ്രൈസർ K ഗോപാലകൃഷ്ണനെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ചെയ്തു. പരിശോധനയിൽ ലോക്കറ്റ് സ്വർണ്ണമാണെന്ന് തെളിഞ്ഞു. തുടർന്ന് പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ഗുരുവായൂരിലെ ഒരു ജുവലറിയും ലോക്കറ്റ് പരിശോധിപ്പിച്ച് സ്വർണ്ണമെന്ന് വീണ്ടും ഉറപ്പുവരുത്തി. പരാതിക്കാരന് ബോധ്യമാകുന്നതിനായി സ്വർണത്തിന്റെ ഗുണപരിശോധന നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള കുന്നംകുളത്തെ അമൃത അസേ ഹോൾമാർക്ക് സെന്ററിലും ലോക്കറ്റ് പരിശോധനയ്ക്ക് നൽകി. 916 തനി 22 ക്യാരറ്റ് സ്വർണമെന്ന് വിലയിരുത്തി സർട്ടിഫിക്കറ്റും നൽകി.
5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഇത് ബാധകമല്ല. ഇതോടെ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. പുതിയ നിയമത്തെക്കുറിച്ച് അറിയില്ല. വനിതാ SIക്ക് ഇമ്പോസിഷൻ നൽകി SP. പത്തനംതിട്ടയിൽ SIയെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിച്ച് SP. വനിതാ SIക്കാണ് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം ലഭിച്ചത്. പതിവ് വയർലെസ് റിപ്പോർട്ടിങ്ങിനിടെ SP ചോദിച്ച ചോദ്യത്തിന് SI മറുപടി നൽകിയില്ല. തുടർന്നാണ് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം നൽകിയത്. കേന്ദ്രം നടപ്പാക്കിയ പുതിയ ക്രിമിനൽ നിയമമായ BNSലെ ഒരു സെക്ഷനെ കുറിച്ചായിരുന്നു ചോദ്യം. എന്നാൽ ഇതിന് SI ഉത്തരം നൽകിയില്ല. തുടർന്നാണ് ഇമ്പോസിഷൻ എഴുതി മെയിൽ അയക്കാൻ SP നിർദ്ദേശം നൽകിയത്. SI ഉടൻ ഇമ്പോസിഷൻ എഴുതി അയക്കുകയും ചെയ്തു. സംഭവം സേനയ്ക്കുള്ളിൽ വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാക്കിയെന്നാണ് വിവരം. അമ്മ ആസിഫ് അലിക്കൊപ്പം ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച സംഭവത്തിൽ ആസിഫ് അലിക്ക് പൂർണ്ണ പിന്തുണയുമായി മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. സംഘടനയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ആസിഫ് അലിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. അമ്മ ആസിഫിനൊപ്പം എന്നാണ് നടന്റെ ഫോട്ടോയ്ക്കൊപ്പം സംഘടന കുറിച്ചത്. സിദ്ധാർത്ഥിന്റെ മരണം. ജുഡീഷ്യൽ കമ്മീഷൻ നാളെ ഗവർണർക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകും. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നാളെ ഗവർണർക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകും. ജസ്റ്റിസ് ഹരിപ്രസാദ് തിരുവനന്തപുരത്ത് രാജ്ഭവനിലെത്തിയായിരിക്കും റിപ്പോർട്ട് നൽകുക. രാവിലെ 11:30 അദ്ദേഹം രാജ്ഭവനിലെത്തും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് സംഭവിച്ച വീഴ്ചകളാണ് കമ്മീഷൻ അന്വേഷിച്ചത്.